അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളോടും എല്ലാവരോടും പരിശുദ്ധ റമദാൻ ഒന്നാമത്തെ 10 റഹ്മത്തിൻ്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10, രണ്ട് 10ഉം നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഒരു മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യമായ രണ്ട് ഗുണങ്ങളാണ്, ഒന്ന് റഹ്മത്തും രണ്ടാമത്തേത് മഗ്ഫിറത്തും. ആ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ്, ഒന്ന് റഹ്മത്ത്, രണ്ടാമത്തേത് മഗ്ഫിറത്ത്. അതേ ഗുണം തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മോട് പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും നബിയെ അങ്ങ് ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആ മുത്തുനബിയാണ് നമുക്ക് എല്ലാ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിനോട് റഹ്മത്തും മഗ്ഫിറത്തും നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യം ആ രണ്ട് ഗുണങ്ങളും നമ്മിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. റഹ്മത്ത്, ആദ്യം നമ്മുടെ സ്വന്തം ശരീരത്തോട് നമ്മൾ കാരുണ്യം കാണിക്കണം. നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ സമൂഹത്തോട്, ഇങ്ങനെ തുടങ്ങി ജീവികളോട്, എല്ലാത്തിനോടും നാം കാരുണ്യം കാണിക്കണം. ആ കാരുണ്യം കാണിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് മഗ്ഫിറത്ത്. നമ്മോട് അക്രമം ചെയ്തവർ, നമ്മോട് തെറ്റി നിൽക്കുന്നവർ, നാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടവർ, അവർക്കൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കണം. അപ്പോഴാണ് സൽ സ്വഭാവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. അൽ ബിർറു, നന്മ എന്ന് പറഞ്ഞാൽ, ഹുസ്നുൽ ഖുലുഖ്, അത് സൽ സ്വഭാവമാണ്. ആ സൽ സ്വഭാവം അപ്പോഴാണ് നമ്മിൽ മേളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവരോട് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. അതൊക്കെ സൽ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നാളെ മഹ്ശറാവൻ സഭയിൽ ഒരു മനുഷ്യൻ്റെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന നന്മ സൽ സ്വഭാവമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പരിപൂർണരായ മനുഷ്യർ ആരാണ് എന്ന് ചോദിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ വിജയവും പരാജയവും നിർണയിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ ഘടകമാണ് അവൻ്റെ സ്വഭാവം. പരിശുദ്ധ റമദാൻ മാസം വന്നിട്ടും നമ്മോട് തെറ്റി നിൽക്കുന്ന, നാമുമായി ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അകന്നു നിൽക്കുന്നവരോട്, അത് കുടുംബത്തിലുള്ളവരായാലും അയൽവാസികളായാലും സുഹൃത്തുക്കളായാലും കൂടെ ജോലി ചെയ്യുന്നവരായാലും, അവർക്ക് റമദാൻ മാസം വന്നിട്ടും നമ്മൾ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, നാം നമ്മുടെ കൂടെയുള്ളവർക്ക് പുറത്തു കൊടുക്കാതെ അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരണമെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയുടെ മനസ്സ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അതാണ് സൽ സ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം. ഒരു മനുഷ്യൻ നാളെ മഹ്ശറയിൽ കൊണ്ടുവരപ്പെടും. ആ മനുഷ്യൻ നന്മകൾ വളരെ കുറവാണ്, പക്ഷേ അവൻ്റെ മീസാൻ എന്ന തുലാസിൽ അവൻ്റെ നന്മകൾ തൂക്കുമ്പോൾ നല്ല ഭാരം തൂങ്ങുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് അതിനുള്ള കാരണം?
ആ മീസാൻ എന്ന തുലാസിൽ അവൻ ഏറ്റവും കൂടുതൽ കനം തൂങ്ങിയത് അവൻ്റെ സൽ സ്വഭാവമായിരുന്നു. ഇങ്ങനെ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഖബറിലും നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ സ്വഭാവം നന്നാവുക എന്നുള്ളത്. ആ സ്വഭാവം നന്നാക്കാനുള്ള ഏറ്റവും നല്ല രൂപങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നാം നമ്മോട് അക്രമം കാണിച്ചവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുക. ഇനി മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് നന്ദി സൂചകം അറിയിക്കുകയും ചെയ്യുക. ഇതാണ് നല്ല സ്വഭാവത്തിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാൻ കഴിയലോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഇന്നു മുതൽ ഈ പരിശുദ്ധ റമദാൻ കഴിയലോടുകൂടെ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് എല്ലാവരോടും ഞാൻ കരുണയുള്ളവനായിരിക്കും. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അവർ എന്നോട് ചെയ്തു കൂട്ടിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കും, അവർക്ക് പുറത്തു കൊടുക്കും എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോൾ വളരെ ദയനീയമായ അത്ഭുതകരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ, ചില്ലറ ലഭിക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ, വിവാഹവേദികളിൽ പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ വരെ ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വളരെ ദയനീയമാണ് ക്യാമ്പസുകളിൽ ചിത്രങ്ങളൊക്കെ. ഇതൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് സൽ സ്വഭാവത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും ഒക്കെ ആ സ്വഭാവം കളഞ്ഞു പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ നാം സൽ സ്വഭാവം കാണിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ മക്കളോട്, ഭാര്യമാരോട്, നാം ഇടപഴകുന്ന എല്ലാ ഇടങ്ങളിലുമുള്ള എല്ലാവരോടും നമ്മൾ കാരുണ്യത്തിൻ്റെയും സൽ സ്വഭാവത്തിൻ്റെയും ചിന്തയിലൂടെ പെരുമാറുമ്പോൾ എല്ലാവർക്കും നമ്മെ ഇഷ്ടപ്പെടും. അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കുകയും ചെയ്യും. അത് മുഖേന ഖബറിലും നാളെ മഹ്ശറയിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സൽ സ്വഭാവികളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.